മണ്ണ് സ്വർഗലോകത്തിന് തുല്യമാക്കുന്നുണ്ട്. ഞാൻ അന്ന് ഇവിടെ കൽപ്പിച്ചിട്ടുണ്ട് സ്വച്ഛമായി അല്ലേ. എല്ലാം വീണ്ടും പ്രകാരത്തിൽ തീരുമാനം വരുത്തിയിരിക്കുന്നതാണ് അല്ലേ. സ്വർഗലോകത്തിന് തുല്യമാണ് ഇപ്പോൾ അല്ലേ. ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ നിന്ന് വീണ്ടും പ്രകാരം ഇത്രയും പ്രൗഢിയോടുകൂടി ഈ മാതാവ് ഈ സ്ഥാനത്ത് തിരിച്ചു വരാനുള്ള ഒരു കാരണം പ്രകാരം എൻ്റെ പൈതലിനെയാണ് അല്ലേ. എൻ്റെതായിരിക്കുന്ന എൻ്റെ മാതാവ് നിൻ്റെതായിരിക്കുന്ന ദേശത്തിരിക്കുന്ന മാതാവ് അല്ലേ. അതിഥയായിരിക്കുന്ന മാതാവ് എൻ്റെ വ്യക്തികുലകര മാതാവിന് ഉപരിയായിക്കൊണ്ട് അപ്രകാരം അന്യദേശത്തും എനിക്കൊരു സ്ഥാനം തന്നു. എനിക്ക് സന്തോഷമുണ്ട് അല്ലേ. അന്ന് ഒന്നും തുടങ്ങിയതാ അല്ലേ. പെണ്ണിയാ തീരുന്നില്ല അല്ലേ. അത് പ്രകാരത്തിൽ ഏതാനും ചില വിഷമതകളും ഏതാനും ചില പരാധീനതകളും ഈ സ്ഥാനത്ത് എൻ്റെ പൈതൽ ഉണ്ടായിട്ടുണ്ട്. എല്ലാം വീണ്ടും പ്രകാരത്തിൽ എൻ്റെ അരികസ്ഥാനത്ത് വന്ന് വീണ്ടും പ്രകാരം എൻ്റെതായിരിക്കുന്ന എൻ്റെ ജീവിതയുടെ ആ തോളിൽ വീണ്ടും പ്രകാരം ഭാരമേൽപ്പിക്കാതെ കൊണ്ട് കൊണ്ടുപോയിരിക്കുകയാണ് അല്ലേ. വീണ് പോകുന്ന അവസ്ഥയിൽ പോലും താങ്ങിയിട്ടില്ല ഞാൻ അല്ലേ. അപ്രകാരത്തിന് സന്തോഷകരാതെ എനിക്ക് കിട്ടുക. അപ്രകാരം എൻ്റെതായിരിക്കുന്ന അനുഭവങ്ങൾ, എൻ്റെതായിരിക്കുന്ന ഇരുനാവുടി, എൻ്റെതായിരിക്കുന്ന കോലങ്ങൾ എൻ്റെ ഭക്തന്മാര് വീണ്ടും പ്രകാരത്തിന് കൺകുളിർക്കെ കണ്ടിട്ടുണ്ട് ഇല്ലേ. അത് അപ്രകാരത്തിന് മാതാവിൻ്റെ ഒരു അനുഗ്രഹം തന്നെയല്ലേ ഇല്ലേ. ഒരുപാട് കാര്യങ്ങൾ ഇനിയുണ്ട് ഈ സ്ഥാനത്ത് ചെയ്യാൻ അല്ലേ. അപ്രകാരത്തിന് വിശേഷകരമായിട്ട് ശക്തിയും വീണ്ടും പ്രകാരത്തിലുള്ള കഴിവും എല്ലാം ഈ സ്ഥാനത്ത് ഒത്തുനക്കിയിട്ടുണ്ട് അല്ലേ. എങ്കിലും എല്ലാറ്റിനുമായിട്ടുള്ള ഒരു ശക്തി ഈ സ്ഥാനത്ത് തെളിഞ്ഞു വരുന്നുണ്ട് അല്ലേ. അപ്രകാരത്തിൽ അത് എപ്രകാരം വിശേഷകരമായിട്ട് കായികപരമായിട്ട് എപ്രകാരത്തിൽ തടുത്തു നിൽക്കാനുള്ള ഒരു അവസ്ഥയെങ്കിൽ അത് അപ്രകാരത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന നെഞ്ഞുപിരിച്ച് കാട്ടിത്തരുന്ന ഒരു ദേവനും കൂടി ഒരു സ്ഥാനം കൊടുത്തിട്ടുണ്ട് അല്ലേ. ആ സ്ഥാനം വിശേഷകരമായിട്ട് ഈ മാതാവിനെ വീണ്ടും പ്രകാരത്തിൽ എൻ്റെ പൈതലായിട്ട് ഈ സ്ഥാനത്തുണ്ടാവും അവരും അല്ലേ. പ്രകാരത്തിൽ എൻ്റെതായിരിക്കുന്ന ഈ സ്ഥാനത്ത് വന്നാൽ സ്വർഗ്ഗലോകത്ത് പോയാൽ എത്രത്തോളം ദേവാദി ദേവന്മാരെ കാണുമോ അത് പ്രകാരത്തിലുള്ള ഒരു അവസ്ഥയാണ് ഈ സ്ഥാനത്ത് അല്ലേ. കാണേണ്ടവരെ എല്ലാം കൺകുളിരൊക്കെ കണ്ടിട്ടിറങ്ങാം അല്ലേ. അങ്ങനെയുള്ള ഒരു അവസ്ഥ ഈ സ്ഥാനത്തിൻ്റെ പൈതൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രകാരം സന്തോഷം വന്നു കേട്ടോ. അത് പ്രകാരത്തിൽ നിന്റെ ഭവനത്തിനും നിന്റെ പൈതങ്ങൾക്കും നിന്റേതായിരിക്കുന്ന മാതാവിനും വീണ്ടും പ്രകാരം കണ്ണീര് കൂടാതെ കണ്ട് മുന്നോട്ട് പോകാൻ, വിഘ്നങ്ങൾ വരാതെ കണ്ട് മുന്നോട്ട് പോകാനുള്ളൊരവസ്ഥ ഈ മായാസ്വരൂപിണി ജഗദംബിക എപ്രകാരത്തിൽ ശത്രുവിങ്കലിൽ കാളിയായി, നിദ്രയെങ്കില് ദുർഗയായി, വിദ്യയെങ്കിൽ സരസ്വതിയായിട്ട് തെളിഞ്ഞു നിന്ന് വരാം മാതാവ്. അതുപോലെ